ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗ്ലോബൽ വില്ലേജ് ടൂർ. അപ്പം നമ്മൾ ഇനിയും ഗ്ലോബൽ വില്ലേജ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർ ഓരോ കൺട്രീസ് ആയിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കുവൈറ്റിലേക്ക് കയറുകയാണ്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ ഇതിനു മുമ്പ് കുവൈറ്റിലായിരുന്നു ഗൈസ്. ആൻഡ് നമ്മൾ കുവൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ സൂക്കില്ലേ, നമ്മൾ സൂക്ക് കാണൂലേ, അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗാർമെന്റ്സ്, ഹണി, അവിടുത്തെ ഫുഡ്, അതുപോലെ ഓർണമെന്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ പോവാണ്. ആൻഡ് പെർഫ്യൂംസ്, അവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂംസ്, അബായാസ്, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവരുടെ ഒത്തന്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഐ ഡിഡ്ന്റ് ഫീൽ എനിത്തിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. എനിക്ക് സെയിം നമുക്ക് ദുബായിൽ കാണുന്ന ഒരു സൂക്ക് പോലെ തന്നെ ഫീൽ ചെയ്തത്. പക്ഷെ അവിടെ കുറച്ച് ഒത്തന്റിക് ആയിട്ടുള്ള പെർഫ്യൂംസ്, പിന്നെ ഇവർ മെയിൻലി ലിബറേഷൻ ടവറിന്റെ ഒക്കെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ച് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് കുവൈറ്റ് എന്തായാലും. അങ്ങനെ ഞങ്ങൾ ഇതിലൂടെ നടന്ന് എല്ലാം കണ്ടു. പിന്നെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവിടെ. നമുക്ക് മെയിനായിട്ട് കുവൈറ്റിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫേവറേറ്റ് ഡിഷസ്. ആൻഡ് ഐ എം ടെല്ലിങ്, ഞാൻ പറയുന്നു കുവൈറ്റ് ഇങ്ങനെയല്ല ഗൈസ്, ഞാൻ ജസ്റ്റ് ഇന്നലെ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ജസ്റ്റ് ഒരു സെൽഫ് പ്രൊമോഷൻ. ആൻഡ് ഞങ്ങൾ കുവൈറ്റ് കണ്ടു. ഞങ്ങൾ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടന്ന് കുവൈറ്റിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ്. കുവൈറ്റിലെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുവൈറ്റ് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നത്. അത് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു. നിനക്ക് അവിടെ നിന്നതുകൊണ്ട് മേ ബി അത് ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഇത് വളരെ സെറ്റാണ് ഉള്ളത് പറയാലോ. അതും ശരിയാണ്. കുവൈറ്റ് ആകെ ഒരു ചെറിയ കൺട്രിയാണ്, അത് വെച്ച് അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ടർക്കിഷ് ഐസ്ക്രീമിന്റെ സ്റ്റാളൊക്കെ കണ്ടു. അത് കണ്ടാ നമ്മൾ യമനിലേക്ക്. യെസ് ഗൈസ്, ഇപ്പൊ നമ്മുടെ കൂടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നടക്കാൻ. നമ്മൾ നടന്ന് ഞാൻ ഉള്ളത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. അത് ഫ്രണ്ട്സ് ഒന്നല്ല, അത് ഗ്ലോബൽ വില്ലേജ് കാണാൻ വന്ന ആൾക്കാരാണ്. അതാണ് സത്യാവസ്ഥ. നമ്മളിതാ യമനിലേക്ക് കയറിയത് ഫുൾ ഹണി. അപ്പം ഒരാൾ നമ്മളെ വിളിച്ചു. ഞാൻ ജസ്റ്റ് പോയി ഫസ്റ്റ് ടേസ്റ്റ്. അയാള് വിളിക്കൊന്നും ചെയ്തില്ല, നേരെ ചെന്ന് അവള് കഴിക്കാൻ നിന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു, ആള് ചെന്ന് കഴിക്കാൻ നിന്നു. അതാണ് സത്യാവസ്ഥ. അപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ, നമ്മൾ മലയാളികളല്ലേ, നമ്മളെല്ലാം അതന്നെ വെറുതെ കിട്ടി എന്തും കഴിക്കും. രക്തത്തിലുള്ളതാണ്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ല, ഇഷ്ടപ്പെട്ടില്ല. സോറി പറഞ്ഞു. ഞാനും പോവാണ്. ഞാനും നിൽക്കില്ല, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അയാള് മറ്റേ ശർക്കര വെള്ളം കലക്കി തന്നതിനെ പറ്റിച്ചു. അതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അയാളെന്നെ രണ്ടാമത് വിളിച്ച വിളി, അത് ഞങ്ങൾ അതൊന്നും നിങ്ങൾ ഞാൻ ആരോട് പറയില്ല. ഞങ്ങൾ ചവർപ്പ് ചോക. മറ്റേത് ശർക്കര വെള്ളം എന്ന് പറയാ, ഇത് നേരെ തിരിച്ചാണ്. പഞ്ചസാര വെള്ളം അല്ല, ശർക്കര വെള്ളം, അങ്ങനെ വേണം പറയാൻ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും, എനിക്ക് യമനിൽ ഇത്ര ഹണി ഇത്ര ഫേമസ് ആണെന്ന് അറിയില്ല. കുറേ ഹണി സ്റ്റോൾസ് എല്ലാവരും നമ്മളെ വിളിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞാലേ ഇതിനകത്ത് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് കാണാൻ പോകുന്നവർക്ക് നീ അല്ല പറഞ്ഞേ യമനിൽ ഒന്നും ഉണ്ടാവൂല, ഒരു മാങ്ങ ഉണ്ടാവില്ല എന്ന്. ബട്ട് എനിക്ക് കുവൈറ്റ് കണ്ടതിലും ഇഷ്ടപ്പെട്ടത് യമനാണ്. ബട്ട് കുവൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ഇടയിൽ ഒരുത്തന്നെ എനിക്ക് ടാറ്റ വന്നു, അത് നിനക്കറിയോ? എന്താ ചെയ്യാ, ആകെ നിസ്സാര ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സും ഇതൊക്കെ ഉള്ളൂ. ബട്ട് ആൾക്കാർ ക്യാമറ കണ്ടിട്ടാണ് ഇത്ര ഫാൻസ് പറഞ്ഞത്. അത് ഞാനുള്ളത് പറയാം. പക്ഷെ എനിക്ക് യമനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പഴയ കാലത്തെ ഓർണമെന്റ്സ്, കാരണങ്ങളോ ഒക്കെ അടിപൊളി. എനിക്ക് അതിനോട് പണ്ടേ ഒരു ക്രൈസ് ഉണ്ട്. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. നല്ല രീതിയിൽ തന്നെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് മെയിൻലി യമനിൽ ഹണി മാത്രമായിരിക്കും ഫേമസ് എന്ന് വിചാരിച്ചത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് അവർ ഓവറോൾ ഗ്ലോബൽ വില്ലേജ് മൊത്തമാണെങ്കിൽ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ്, ആർക്കിടെക്ചർ, പാറ്റേൺസ് എല്ലാം അവർ യൂസ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. സത്യം അതാ പറയാം. ഇത് ശരിക്കും കാണാതിരുന്ന മൊത്തത്തിലൊരു നഷ്ടം തന്നെയാണ്. ഈ 25 dirhams 30 dirhams എന്ന് പറയുന്നത് വെറുതെ കൊടുക്കാമല്ലോ, ആ കാശിനുള്ള വെറുത്തുണ്ട്. പക്ഷെ നമ്മളത് സൺഡേ പോയിരുന്നെങ്കിൽ നമുക്കത് 25 കിട്ടിയാൽ. പക്ഷെ ഇത് ഫെബ്രുവരി ആ ഒരു ടൈം ആകുമ്പോഴേക്കും റേറ്റ് 15-10 dirhams ആ റേഞ്ചിൽ എത്തും. ഇതിപ്പോ കൂടിയത്. ബട്ട് ആൾക്കാർ കൂടി പറഞ്ഞതുകൊണ്ടായിരിക്കും. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ്.